സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഒറ്റയാൻ എന്നറിയപ്പെടുന്ന മധുച്ചേട്ടനെക്കുറിച്ച് ഗായകൻ ജി വേണുഗോപാൽ ചെയ്ത ഒരു പരാമർശത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ മധുച്ചേട്ടൻ ഇപ്പോൾ അനാഥനാണ്, സാമ്പത്തികമായി ഞെരുക്കാണ്. അതായത് ഈ അനാഥനാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കുക TP മാധവൻ ചേട്ടനെല്ലാം പോലെ അനാഥനായിട്ട് ഒരു വീട്ടിൽ കഴിയുന്നെന്ന് ആൾക്കാർ ധരിക്കുക ഇയാളുടെ പ്രസ്താവനയിൽ. കാരണം മധുച്ചേട്ടനൊന്നും അനാഥനല്ല. അദ്ദേഹത്തിനൊരു മകളുണ്ട്, മകളെ ഭർത്താവുണ്ട്, അതിലുള്ള മക്കളുണ്ട്. അവരെല്ലാം മധുച്ചേട്ടനെ ഇപ്പം നല്ലോണം നോക്കുന്നുണ്ട്. അതായത് 90 വയസ്സിലും അദ്ദേഹം ഒരു യുവത്വത്തോടെ അല്ല ഇപ്പം ജീവിക്കുന്നത്. ഏകദേശം മധുച്ചേട്ടനെയും മമ്മൂട്ടിൻ്റെ അച്ഛനായിട്ട് വരെ മധുച്ചേട്ടൻ എടുക്കാൻ പറ്റില്ല. മമ്മൂട്ടിയുടെ ചേട്ടനായിട്ട് മധുച്ചേട്ടൻ എടുക്കാൻ പറ്റും. മോഹൻലാലിൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കാൻ പറ്റും. മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് മധുച്ചേട്ടൻ അഭിനയിക്കുമ്പോൾ അതൊരു മാച്ചാവില്ല. അതുപോലെ മമ്മൂട്ടിൻ്റെ അച്ഛനായിട്ട് മധുച്ചേട്ടൻ അഭിനയിക്കാൻ പറ്റില്ല. മധുച്ചേട്ടൻ ഡയ്യെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ചെറിയ മോഹൻലാലും മമ്മൂട്ടിയായിട്ട് ചെറിയ വയസ്സിന് വ്യത്യാസം തോന്നുള്ളൂ മധുവിന്. ഇപ്പം അടുത്ത കാലത്താണ് നരച്ച താടിയായിട്ടുള്ള മധുച്ചേട്ടനെ കാണുന്നത്. ഒരു 5 വർഷം മുമ്പ് വരെ മധുച്ചേട്ടനെ കണ്ടാൽ നല്ല കറുപ്പ് മുടിയും ഡൈ ചെയ്തിട്ടായിരിക്കും നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ലുക്കാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം അനാഥനൊന്നുമല്ല. ഇപ്പോൾ ഇന്നത്തെ ആൾക്കാരുടെ വിചാരം പഴയ നടന്മാർക്കൊന്നും ഒന്നുമില്ല എന്നാണ്. ഈ ടിനി ടോമിൻ്റെ പ്രസ്താവന പോലെയാണ് ജി വേണുഗോപാലിന് ഇപ്പോൾ മധുച്ചേട്ടനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയത്. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം വിജയമാണ്. മധുച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളെല്ലാം വൻ വിജയമാണ്. പിന്നെ രതിലെ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു പടം എടുത്ത് ക്യാപ്റ്റൻ രാജു, സിൽക്ക് സ്മിതയിലുള്ള ആ പടം സൂപ്പർ ഹിറ്റാണ്. ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്ത്. പിന്നെ അസ്തമയം, അങ്ങനെ കുറേ പടങ്ങൾ. പ്രഭാത സന്ധ്യയിൽ അന്നത്തെ കാലത്ത് 50 ദിവസം ഓടിയ പടം. അപ്പോൾ അങ്ങനെ മധുച്ചേട്ടൻ പിന്നെ നഷ്ടപ്പെടുന്ന പടങ്ങൾ നിർമ്മിച്ചില്ല. പിന്നെ ഉമാ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിനുള്ളതല്ല. അതെല്ലാം വിറ്റാത്തിന് എത്ര കുറേ വിറ്റ്, എന്നാലും കുറച്ച് ബാക്കിയേ ഉണ്ടാവും. സാമ്പത്തികമായിട്ട് മധുച്ചേട്ടന് ഒരു ഞെരുക്കത്തിലുമല്ല. അപ്പോൾ ഇവരൊക്കെ ധാരണ ഇന്നത്തെ മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ അടുത്തേ പൈസ ഉള്ളെന്ന്. മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ അടുത്തൊന്നും പൈസ ഒന്നുമില്ല. ഇപ്പം മമ്മൂട്ടിൻ്റെ എന്തോ റൈഡ് ചെയ്തിട്ട് മമ്മൂട്ടിന് 1 ഉറുപ്പിക കിട്ടൂലായിരുന്നു. മമ്മൂട്ടിൻ്റെ വീട് റൈഡ് ചെയ്തെന്ന് പറഞ്ഞു 5 പൈസ ഉണ്ടാവില്ല. അതിനകത്ത് കുറേ കാർ ഇങ്ങനെ വാങ്ങിയിട്ടെന്നല്ലാണ്ട് മമ്മൂട്ടിയുടെ അടുത്തൊന്നും പൈസയില്ല. മമ്മൂട്ടീൻ്റെ ഇടയ്ക്ക് അസുഖം ബാധിച്ച സമയത്ത് വീട് വരെ വാടക കൊടുത്തു മമ്മൂട്ടിൻ്റെ ഒരു വീട് 60,000 രൂപ ഡെയിലി 60,000 രൂപയ്ക്ക് വാടക കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വീട് പൈസ ഉണ്ടെങ്കിൽ വാടക കൊടുക്കും. ഒരാൾ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ വാടക കൊടുക്കുന്നത്. കുറേ പൈസയുള്ള ആൾ വീട് വാടക കൊടുക്കൂലായിരിക്കും. ഇവരെ കിട്ടിയ പൈസക്ക് അഭിനയിക്കുന്നതാണ് മമ്മൂട്ടി മോഹൻലാലിൽ. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് മമ്മൂട്ടിക്ക് 15 കോടി, മോഹൻലാൽ 25 കോടി. 25 ലക്ഷം മോഹൻലാലിനുണ്ടാവില്ല, 15 ലക്ഷം മമ്മൂട്ടി.